വീഡിയോയിൽ കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങളുടെ പഴയ പേരുകളും പുതിയ പേരുകളും ഒന്ന് പരിചയപ്പെടുകയാണ്. പഴയ പേരുകൾ, പുതിയ പേരുകൾ. അപ്പോൾ തിരുവനന്തപുരം അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം അനന്തപുരി എന്ന് അറിയപ്പെട്ടിരുന്നു. അനന്തപുരി തിരുവനന്തപുരം. അനന്തപുരി എന്നറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ പഴയകാല പേര് എന്തുവാണെന്ന് അറിയാമോ? കൊല്ലത്തിൻ്റെ പഴയകാല പേര് ജയസിംഹനാട്. ജയസിംഹനാട്, തേൻവഞ്ചി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് എന്താണ്? കൊല്ലമാണ്. തേൻവഞ്ചി എന്നും ജയസിംഹനാടെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നത് കൊല്ലമാണ്. അതുപോലെ തന്നെ കുന്നുംപുറം എന്നറിയപ്പെട്ടിരുന്നു ശിവഗിരി. ശിവഗിരി അറിയപ്പെട്ടിരുന്നത് കുന്നുംപുറം എന്നാണ്. കുന്നുംപുറം എന്നറിയപ്പെട്ടിരുന്നത് ശിവഗിരിയാണ്. വർക്കലയുടെ പഴയകാല പേര്, വർക്കലയുടെ പഴയകാല പേരെന്താണ്? ബലിത. വർക്കലയുടെ പഴയകാല പേരായിരുന്നു ബലിത. വർക്കലയുടെ പഴയകാല പേര് ബലിത. അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയുടെ പഴയകാല പേരായിരുന്നു മാർത്ത. കരുനാഗപ്പള്ളിയുടെ പഴയകാല പേര് മാർത്ത. അതുപോലെ തന്നെ നീണ്ടകരയുടെ പഴയകാല പേരായിരുന്നു നിൽക്കിണ്ട. നീണ്ടകരയുടെ പഴയകാല പേരെന്തായിരുന്നു? നിൽക്കിണ്ട എന്നായിരുന്നു. നിൽക്കിണ്ട എന്നായിരുന്നു. അതുപോലെ കായംകുളത്തിൻ്റെ പഴയകാല പേരായിരുന്നു ഓടനാട്. കായംകുളത്തിൻ്റെ പഴയകാല പേരെന്തായിരുന്നു? ഓടനാട്. അതുപോലെ തന്നെ എറണാകുളം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഋഷിനാഗക്കുളം എന്നാണ്. എറണാകുളം അറിയപ്പെട്ടിരുന്നു ഋഷിനാഗക്കുളം. എറണാകുളം ഋഷിനാഗക്കുളം. അതുപോലെ നൗറ എന്നറിയപ്പെട്ടിരുന്നു കണ്ണൂര്. നൗറ എന്നറിയപ്പെട്ടിരുന്നത് കണ്ണൂരാണ്. ഹെർക്കില എന്നറിയപ്പെട്ടിരുന്നു കാസർഗോഡ്. ഹെർക്കില എന്നറിയപ്പെട്ടിരുന്നത് കാസർഗോഡാണ്. ഹെർക്കില എന്നറിയപ്പെട്ടിരുന്നു കാസർഗോഡ്. അതുപോലെ അശ്മകമെന്നും മുസരീസ് എന്നും അറിയപ്പെട്ടിരുന്നു കൊടുങ്ങല്ലൂര്. അശ്മകമെന്നും മുസരീസ് എന്നും അറിയപ്പെട്ടിരുന്നു കൊടുങ്ങല്ലൂര്. അതുപോലെ തൃശിവം പേരൂരെന്നറിയപ്പെട്ടിരുന്നു തൃശ്ശൂര്. തൃശിവം പേരൂരെന്നറിയപ്പെട്ടിരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂര്. അതുപോലെ ഋഷിനാഗക്കുളം എന്നറിയപ്പെട്ടിരുന്നു. ഋഷിനാഗക്കുളം എന്നറിയപ്പെട്ടത് എന്താണ്? എറണാകുളമാണ്. ഋഷിനാഗക്കുളം എന്നറിയപ്പെട്ടിരുന്നു എറണാകുളം. ഋഷിനാഗക്കുളം എന്താണ്? എറണാകുളമാണ്. അതുപോലെ പുറൈക്കിഴിനാട് എന്നറിയപ്പെട്ടിരുന്നത്, പുറൈക്കിഴിനാട് എന്നറിയപ്പെട്ടിരുന്നത് എന്താണ്? പുറൈക്കിഴിനാട് എന്നറിയപ്പെട്ടിരുന്നത് വയനാട്. വയനാട്. പുറൈക്കിഴിനാട് എന്നറിയപ്പെട്ടിരുന്നു വയനാട്. അതുപോലെ ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്നു സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയുടെ പഴയകാല പേരായിരുന്നു ഗണപതി വട്ടം. ഗണപതി വട്ടം. ഗോശ്രീ എന്ന് അറിയപ്പെട്ടിരുന്നത് കൊച്ചിയായിരുന്നു. ഗോശ്രീ എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. അതുപോലെ കൊച്ചി അറിയപ്പെടുന്നുണ്ട് അറബിക്കടലിൻ്റെ റാണി എന്നൊക്കെ കൊച്ചി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? RK ഷൺമുഖം ഷെട്ടിയാണ്. ചൊല്ലുക, കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിളിച്ചതാരാണ്? RK ഷൺമുഖം ഷെട്ടിയാണ്. അതുപോലെ തന്നെ രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്നു വിഴിഞ്ഞം. വിഴിഞ്ഞത്തിൻ്റെ പഴയകാല പേരെന്തായിരുന്നു? രാജേന്ദ്ര ചോള പട്ടണം.